ബിഗ് ബോസ് മലയാളം സീസൺ 7 8-ാം ദിവസം വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ ഞാനൊരു പരാതിപ്പെട്ടി വെച്ചിരുന്നു. പരാതിപ്പെട്ടി വെച്ചപ്പോൾ ഇത്രയധികം പരാതികളൊന്നും വരുമെന്ന് തോന്നിയില്ല. പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം പരാതികളാണ് വന്നിരിക്കുന്നതെന്ന്. എന്തായാലും പരാതിപ്പെട്ടി തുറക്കുമ്പോൾ അനീഷിനെക്കുറിച്ചുള്ള പരാതികളാണ്. മുഴുവൻ ആൾക്കാർക്കും അനീഷിനെക്കുറിച്ച് മാത്രമാണ് പരാതി പറയാനുള്ളത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അനീഷ് തൂക്കി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ അനീഷ് ഒരു 50 ദിവസം അവിടെ നിന്ന് കിട്ടിയാൽ ഉറപ്പായിട്ടും സീസൺ 7 വിന്നർ എന്ന ആ ഒരു ടൈറ്റിൽ ഒരു കോമണർക്ക് ലഭിക്കും എന്നുള്ള 100% ഉറപ്പ് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലുള്ള കളികളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പരാതികളുടെ പ്രളയമാണ് അനീഷിന് നേരെ വന്നത്. പക്ഷേ ഒരിടത്തു പോലും അനീഷിനെ ലാലേട്ടനും ബിഗ് ബോസും കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അനീഷിനെതിരായിട്ട് ഈ പരാതി ഉന്നയിച്ച മുഴുവൻ ആൾക്കാരും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ചുരുളുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. വീടിനുള്ളിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് തുടർന്ന് മത്സരാർത്ഥികളെ കാണിക്കുകയാണ്. ലാലേട്ടൻ അവരോട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എവിക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സാധാരണയായി വീക്കെൻഡ് എപ്പിസോഡുകളുടെ അവസാനമാണ് എവിക്ഷൻ നടക്കുന്നത്. പക്ഷേ ഇത് 7ന്റെ പണിയായതുകൊണ്ട് ഇക്കുറി നമ്മൾ ആദ്യം തന്നെ എവിക്ഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എലിമിനേഷനിലേക്ക് വന്ന എല്ലാ ആൾക്കാർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നിട്ട് എന്തു തോന്നുന്നു, പുറത്തു പോകണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് നെവിനാണ്. നെവിൻ പറയുന്നുണ്ട്, വേണ്ട ലാലേട്ടാ, ഞാൻ പുറത്തു പോയാൽ ശരിയാവില്ല. ആർക്ക് ശരിയാവില്ലെന്ന്? ഇവർക്ക് ശരിയാവില്ല ലാലേട്ടാ. ഞാൻ പുറത്തു പോയാൽ ഇവരുടെ മാനസിക നില തെറ്റിപ്പോവും. ഇത് കേൾക്കുമ്പോഴേക്കും ചിരി ഉയരുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസിന് എന്നെ നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിർത്തട്ടെ, ഇല്ല എങ്കിൽ ഞാൻ പുറത്തു പോയിക്കൊള്ളാം. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, ബിഗ് ബോസിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ മാനസിക നില ശരിയാണോ എന്നുള്ളതാണ്. അവരുടെ മാനസിക നില ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയൂ. ആ ശരി ലാലേട്ടാ. അല്ല, നെവിൻ എന്താണ് തോന്നുന്നത്? പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല ലാലേട്ടാ, പുറത്തു പോവില്ല. ഓ, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ലാലേട്ടൻ പറയുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത കൗണ്ടർ നെവിൻ അടിക്കുന്നുണ്ട്. അതെ, എനിക്ക് ലാലേട്ടനിൽ നല്ല വിശ്വാസമാണ്. അതിനുള്ള മറു കൗണ്ടർ അപ്പോൾ തന്നെ ലാലേട്ടനും അടിക്കുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, അപ്പോഴാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. തുടർന്ന് മുനിഷിയോടാണ് സംസാരിക്കുന്നത്. രഞ്ജിത്ത്, എന്തു തോന്നുന്നു? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല ലാലേട്ടാ, സന്തോഷമാണ്. എന്തു തോന്നുന്നു? പുറത്ത് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ലാലേട്ടാ, പുറത്ത് പോവില്ല. എന്താ കാര്യം? ഞാനിവിടെ വളരെ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത്, നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് കുറച്ചധികം സമയം കിച്ചണിലൊക്കെ ചെലവിടേണ്ടി വന്നിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ഓ ശരി, എന്നാൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിരുത്തിയിട്ട് തുടർന്ന് ആര്യനോടാണ് സംസാരിക്കുന്നത്. ആര്യൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ആര്യന് പ്രവചിക്കുവാൻ തന്നെ കഴിയുന്നില്ല എന്താണ് പുറത്തുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് എന്നുള്ളത്. എന്തായാലും മാക്സിമം കൊടുക്കുവാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. തുടർന്ന് ജിസേലിൻ്റെ ഊഴമാണ്. ജിസേൽ പറയുന്നത്, ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ലാലേട്ടാ. പിന്നെ ബാക്കിയൊക്കെ തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ്. എങ്കിലും ഞാൻ പുറത്ത് പോകത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓ, അങ്ങനെ മനസ്സിൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ശക്തമാക്കി തന്നെ നിലനിർത്തണം. അങ്ങനെ മനസ്സിനെ ശക്തമാക്കുമ്പോൾ മനസ്സ് തന്നെ നമുക്കൊരു ആൻസർ നൽകും, ഞാൻ നന്നായിട്ട് കളിച്ചോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് നിങ്ങൾക്കില്ലേ? അതേ ലാലേട്ടാ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശൈത്യയിലേക്കാണ് പോകുന്നത്. ശൈത്യയ്ക്കും പുറത്തു പോകത്തില്ല എന്ന് ഏകദേശം ധാരണയുണ്ട്. പിന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് ശൈത്യ പറയുന്നുണ്ട്. എങ്കിലും അവിടെ നടന്ന വഴക്കുകൾക്കകത്തൊന്നും ഇടപെടാൻ വേണ്ടി പോയിട്ടില്ല. അത് പറയുമ്പോൾ മുഖത്ത് ഒരു വല്ലാത്ത ജാള്യതയും വിളർച്ചയും ഒക്കെ ഉണ്ട്. അല്പമല്ലാത്തൊരു ഭയവും ശൈത്യയുടെ മുഖത്ത് നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അനിമോൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഞാനും പുറത്തു പോകത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അടുത്തത് KB ആണ്. ഷാരിക KB. ഷാരിക പറയുന്നത്, പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുറച്ചുകൂടി അവരുടെ മുൻപിൽ എൻ്റെ കളികൾ കാണിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ഇവിടെ നിർത്തുകയും ചെയ്യും എന്നൊരു വിശ്വാസമാണ് എനിക്കുമുള്ളത്. അടുത്തത് രേണുവാണ്. രേണുവിന് എന്ത് തോന്നുന്നു? അറിയില്ല ലാലേട്ടാ. വലിയ ഗൗരവത്തിലാണ് രേണു നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ആ ഫയറിംഗ് ഒക്കെ കിട്ടിയതിൻ്റെതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി മസിൽ പിടിച്ചാണ് ലാലേട്ടനോട് സംസാരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കട്ടെ എന്നാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടായാലും ഒരു കുഴപ്പമില്ല, ഇവിടെ നിർത്തിയാലും സന്തോഷം, പുറത്ത് പോവുകയാണെങ്കിലും സന്തോഷം എന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത്. അല്ല, എന്നാലും മനസ്സിനകത്തൊരു ആഗ്രഹമില്ലേ, അതങ്ങ് പറഞ്ഞോളൂ. ഗെയിം കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് ലാലേട്ട താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ. ഇത്രയും പറഞ്ഞിട്ട് ഡയറക്റ്റ് എവിക്ഷനിലേക്ക് ലാലേട്ടൻ കടക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ.
നിങ്ങൾക്ക് ഞാനൊരു ഗെയിം തന്നിരുന്നു, ടാസ്ക് തന്നിരുന്നു. നിങ്ങളൊക്കെ അതിനകത്ത് വേണ്ട രീതിയിൽ കളിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ കളി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുക. നല്ല രീതിയിൽ കളിച്ചെങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ പ്രേക്ഷകരുടെ ആ വിശ്വാസം പിടിച്ചു വാങ്ങാനും ഇവിടെ തുടരുവാനും കഴിയുകയുള്ളൂ. അതിനകത്ത് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രഞ്ജിത്ത് എൻ്റെ അടുക്കലേക്ക് വന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോടുകൂടിയാണ് രഞ്ജിത്ത് ചാടി എഴുന്നേൽക്കുന്നതും മറ്റുള്ളവർ രഞ്ജിത്തിനെ നോക്കുന്നതും. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ആരുടെയും മുഖത്ത് നോക്കാതെ അയാൾ ഒരൊറ്റ നടപ്പാണ്. നടന്ന് വാതിൽ തുറന്നങ്ങ് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ശബ്ദം വരുന്നുണ്ട്. രഞ്ജിത്ത്, അവിടെയുള്ള ആൾക്കാരോട് നിങ്ങൾ യാത്ര പറഞ്ഞിട്ട് പോരുക. ഇത് പറയുമ്പോൾ ലാലേട്ടനും പറയുന്നുണ്ട്, അതെ, അതാണ് അതിൻ്റെ നല്ല രീതി. ഇത് കേട്ടുകൊണ്ട് ജാള്യതയോടെ അയാൾ തിരികെ വരുന്നുണ്ട്. വീട്ടുകാരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. രഞ്ജിത്തിൻ്റെ ഈ പോക്കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. പിൻപിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, ചേട്ടാ ഒന്ന് വന്നിട്ട് പോ, ചേട്ടാ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോ. ഇതൊന്നും അയാൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അയാൾ പെട്ടെന്ന് ഒരു ഷോക്കിലായിപ്പോയതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും അയാൾ വിട്ടിറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നെ ബിഗ് ബോസ് വിളിച്ചത് കൊണ്ട് മടങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അവൻ്റെ ഷൂ ആണ്, ഇതങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഷൂസൊക്കെ ഊരിയിട്ടിട്ട് അവിടുന്ന് വീണ്ടും പോവുകയാണ്. ആൾക്കാരൊക്കെ സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രഞ്ജിത്തിന് അതൊന്നും കേൾക്കുക വേണ്ട, ആരോടും ഒരു ചെങ്ങാത്തവും വേണ്ട. ഹൃദയത്തിന് കാര്യമായിട്ടൊരു ഭാരമുണ്ട്. കാരണം അദ്ദേഹം അവിടേക്ക് വന്നത് വലിയ പ്രതീക്ഷകളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരുന്നു. ഒരു യുദ്ധക്കളത്തിലേക്ക് കടക്കുന്നു, യുദ്ധം തുടങ്ങാൻ പോകുന്നു, വലിയ യുദ്ധം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചയാൾ ആദ്യം തന്നെ വെട്ടേറ്റ് വീണു എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന സ്വാഭാവികമാണ്. എങ്കിൽ പോലും അയാൾ അവിടുന്ന് മടങ്ങിപ്പോയ രീതി ശരിയായിരുന്നില്ല എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ഒന്ന് കൈവീശി ടാറ്റ പറയുക പോലും ചെയ്യാതെ ആ വലിയ വാതിൽ തുറക്കപ്പെടുകയും രഞ്ജിത്ത് പെട്ടെന്ന് ചാടി അകത്തേക്ക് കയറുന്നു. വാതിലടയുന്നു. വീട്ടുകാരെല്ലാവരും, ഇത്രയും ദിവസം ചിരിച്ചു കളിച്ച് കൂടെ തോളിൽ കൈയിട്ട് നടന്ന ആൾക്കാർ മുഴുവനും മ്ലാനവദനരായി നോക്കി നിൽക്കുന്നു. നിരാശയോടെ മടങ്ങിപ്പോരുന്നു. അകത്തേക്ക് കയറി വരുന്ന ആൾക്കാർ പരസ്പരം ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ വല്ലാത്തൊരു ഷോക്കിലാണ് കയറി വരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ലാലേട്ടൻ വീണ്ടും പറയുകയാണ്, എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞില്ല, വോട്ടിംഗ് ഒക്കെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്, ഇനിയും പുറത്തേക്ക് ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. തുടർന്ന് ശൈത്യയാണ് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോഴേക്കും ശൈത്യയും ഏകദേശം ഉറപ്പിച്ചു അടുത്ത ഊഴം തൻ്റേതാണെന്ന്. എന്തു തോന്നുന്നു? പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ലാലേട്ടാ. അനിമോളെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അനിമോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് തോന്നുന്നത്, പുറത്തു പോകുമെന്നുള്ള ചിന്തയുണ്ടോ? ഇല്ല ലാലേട്ടാ. അല്ല, ജനങ്ങൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് നിർത്തും എന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷേ പോകില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓഹോ, അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയില്ലേ? അങ്ങനെയാണെങ്കിൽ സേവ്ഡ് ആണ്, അവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നു. വീണ്ടും ശൈത്യയോടാണ് ചോദിക്കുന്നത്. എന്തു പറയുന്നു ശൈത്യ? അപ്പോൾ ശൈത്യയ്ക്ക് പറയാനുള്ളത്, ലാലേട്ട വന്നു കയറി ആദ്യത്തെ 2-3 ദിവസം വല്ലാത്തൊരു സ്ട്രെസ്സിലൊക്കെ ആയിരുന്നു. പിന്നെ കാര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ വഴക്കൊന്നും ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. പറയാനുള്ളതൊക്കെ ഓരോ ആൾക്കാരുടെയും മുഖത്ത് നോക്കി ഞാൻ പറയും. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ ആക്റ്റീവ് അല്ല എന്നാണ്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണം. എന്തായാലും നിങ്ങളും സേവ്ഡ് ആണ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ ശൈത്യയും അവിടെ ഇരുത്തുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ശൈത്യയെ എഴുന്നേൽപ്പിച്ചു നിർത്തി ശൈത്യ ഇപ്പോൾ പുറത്ത് രഞ്ജിത്തിന്റെ പിന്നാലെ പോകും എന്നുള്ള ഒരു ചിന്തയിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ആ ഒരു ഞെട്ടൽ കണ്ണുനീരായി ഒഴുകി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നെവിൻ ഇത് കണ്ടുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തായാലും പുറത്ത് പോയില്ലല്ലോ. ഞാനാണ് പുറത്തു പോകുമെന്ന് ഞാൻ ചിന്തിച്ചത്, പക്ഷേ പോയില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, പുറത്ത് പോയേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. നിങ്ങളെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവർക്കും ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ആഘോഷിച്ച് മാത്രമേ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലാലേട്ടൻ മടങ്ങിയെത്തുകയാണ്. തുടർന്ന് സ്റ്റോർ റൂമിൽ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ അനീഷ് ചാടി എഴുന്നേൽക്കുകയാണ്. അനീഷിന് പോകണോ? അതേ ലാലേട്ടാ, എനിക്ക് പോകണം. പൊയ്ക്കൊള്ളൂ, ഷാനവാസും കൂടെ പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും അങ്ങനെ അങ്കലാപ്പിൽ ലാലേട്ടൻ്റെ മുഖത്ത് മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ KB ശാരിക പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ലാലേട്ടൻ ഇത് കണ്ടു. താൻ ഉടനെ തന്നെ പൊക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഉറങ്ങിയോ? ഇല്ല ലാലേട്ടാ, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? അത് ലാലേട്ടാ അനീഷിനെയും ഷാനവാസിനെയും കൂടെ സ്റ്റോർ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്താണെന്ന്? അപ്പോൾ ഇവിടുന്ന് പോയി. ഞാൻ കണ്ടായിരുന്നു ഒരു കിളി അതിലെ കൂടി ഇങ്ങനെ പറന്നു നടക്കുന്നത്. എന്നാലും ശാരികയുടെ ഈ സമയത്തെ ഉറക്കം അത് സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. സാധാരണ വെറുതെ കുത്തിയിരിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഉറക്കം വരാറുണ്ട്. ലാലേട്ടൻ വന്നിരിക്കുന്ന ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ അതുമാത്രവുമല്ല, ഏത് നിമിഷം ആരാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അതിനേക്കാൾ ഉപരി താനും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഉറക്കം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കണം. ശാരികയ്ക്കിനി ഡയബറ്റിക് ഉണ്ടോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആരെങ്കിലും ഉറങ്ങുമോ?
സ്റ്റോർ റൂമിലേക്ക് പോയ രണ്ടാൾക്കാരും രണ്ട് പെട്ടികളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. പരാതി പെട്ടികളുമായിട്ടാണ്. ഇവിടുത്തെ വലിയൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെട്ടിക്കകത്ത് അനീഷിനെ കുറിച്ചുള്ള പരാതികൾ മാത്രമാണ്, മറ്റൊരു പെട്ടിക്കകത്ത് ബാക്കി 19 പേരെക്കുറിച്ചുള്ള പരാതികളും. എന്ന് വെച്ചാൽ ഈ 19 ആൾക്കാർക്കും അനീഷിനെ കുറിച്ച് പരാതിയുണ്ട്. ആ പരാതികൾ മുഴുവൻ സൂക്ഷിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു പ്രത്യേക പെട്ടി ഒരുക്കിയെന്ന്. തുടർന്ന് വിചാരണകൾ ആരംഭിക്കുകയാണ്. ആദിലയും നൂറയുമാണ് ആദ്യമായിട്ട് എഴുന്നേൽക്കുന്നത്. എന്താണ് നിങ്ങൾ അനീഷിനെ കുറിച്ച് എഴുതിയിട്ടിരിക്കുന്ന പരാതി? അത് ലാലേട്ട, അദ്ദേഹം ഒരു ക്യാപ്റ്റൻ ആണല്ലോ. ക്യാപ്റ്റൻ്റെതായിട്ടുള്ള യാതൊരു മെനയും ഗുണവും അയാൾക്കില്ലായിരുന്നു. അയാൾ ആരെയും കേൾക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിന്റ്. നമ്മളോട് ഇനി അഥവാ അയാൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ മറുചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുവാൻ വേണ്ടിയുള്ള ചോദ്യം മാത്രമാണ്. അല്ലാതെ നമുക്ക് ആർക്കും യാതൊരു പരിഗണനയും ക്യാപ്റ്റൻ എന്ന സ്ഥാനത്ത് അയാൾ നൽകിയില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീണ്ടും, നമ്മളെയൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തുകയായിരുന്നല്ലേ? അതേ ലാലേട്ട, അങ്ങനെ തന്നെയായിരുന്നു. എന്താണ് അനീഷിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ലാലേട്ട, ഇവിടെ ഏറ്റവും അധികം എല്ലാ ആൾക്കാരോടും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. എൻ്റെ നാടടക്കം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനോടകം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ കയ്യിലും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാതെ അവർക്ക് കിട്ടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അവരെന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവരതിനെ വളച്ചൊടിക്കുകയാണ്, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഓ, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇരിക്കാം. അല്ല, ആദിലേക്കും നൂറയ്ക്കും ഇനിയും ഈ പരാതിപ്പെട്ടിയിൽ എഴുതി ഇടാത്ത എന്തെങ്കിലും പരാതികളുണ്ടോ? ഉണ്ട് ലാലേട്ടാ. ഇന്നലെ ഞങ്ങൾ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ അതെല്ലാവർക്കും സന്തോഷകരമായൊരവസ്ഥയായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ലാലേട്ടൻ പറയുക, എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്കത് ഒന്ന് കണ്ടു നോക്കാം. എന്തു പറയുന്നു? എല്ലാവർക്കും ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. തുടർന്ന് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ച കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആ വിഷ്വൽ ലാലേട്ടൻ കാണിക്കുകയാണ്. സംഗതി ഇതാണ്. ആദിലയും നൂറയും മാതാപിതാക്കളെ ധിഖരിച്ച് വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് താമസിക്കുന്ന കപ്പിളാണ്. അവർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. മാതാപിതാക്കളുമായി പലതവണ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒടുവിൽ കോടതി വരെ കയറിയ സംഭവങ്ങളാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി അനീഷ് ഒരു പരിശ്രമം നടത്തുകയാണ്. ഈ സമയത്ത് അനീഷിനോട് അവർ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അത് എഗ്രി ചെയ്യുവാൻ അനീഷിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അനീഷ് മറുചോദ്യം ചോദിക്കുന്നു. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ഈ സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ്. മാതാപിതാക്കളെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് അദ്ദേഹത്തിന് നിരത്തുവാനുള്ളത്. എന്നിട്ടും താൻ പറയുന്നുണ്ട്, ഞങ്ങൾ വിളിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല, ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ എന്നാണ് വിളിച്ചത്? 1 വർഷത്തിന് മുമ്പ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ നൂറ, ഞങ്ങൾ മാത്രം അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവർക്ക് ഇങ്ങോട്ടും കൂടി കോൺടാക്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇത് കേട്ടുകൊണ്ട് നെവിൻ തൻ്റെ അഭിപ്രായം പാസ്സാക്കുന്നുണ്ട്. നിങ്ങൾ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. പെട്ടെന്ന് ആദില പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ സീനാക്കുകയാണ് അന്തരീക്ഷം. എന്നിട്ട് പൊട്ടിത്തെറിക്കുന്നു, പൊട്ടിക്കരയുന്നു. ആൾക്കാരെല്ലാവരും കൂടി വരുന്നു. ഈ സമയത്തും അനീഷ് ശാന്തമായി പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ സൊല്യൂഷന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും മക്കളെയും കൂടിയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അനീഷ് അവിടെ ഒരു പരിശ്രമം നടത്തിയത്. എന്നാൽ അനീഷ് തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. നോറയും ആദിലയും അനീഷിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അവർക്കൊപ്പം നിന്നുകൊണ്ട് ആ വീട്ടുകാർ മുഴുവനും അനീഷിനോട് ശത്രുത പ്രഖ്യാപിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അടുത്തത് മറ്റാരും കാണാത്തൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ഇപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് രസകരമായ കാഴ്ച. മറ്റാരും കാണാതെ ഒരു ക്യാമറയുടെ മുൻപിൽ പോയിട്ട് അനീഷ് പറയുകയാണ്, ബിഗ് ബോസ്, ആദിലയുടെയും നൂറയുടെയും അച്ഛനെയും അമ്മയെയും ഈ വീടിനകത്തേക്കൊന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാമായിരുന്നു. അവർ ഒന്നായി തീരുന്നതല്ലേ ബിഗ് ബോസ്, നല്ല കാര്യം. അതുകൊണ്ട് ബിഗ് ബോസിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കൊണ്ടുവരണം. ഇത്രയും കാലം ഒരു കുടുംബമായിട്ട് അവർ ജീവിച്ചതാണ്. ഇപ്പോഴും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചോട്ടെ. പക്ഷേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ സമാധാനത്തോടെ ഒന്നായി തീരുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കില്ലേ ബിഗ് ബോസ്. അതുകൊണ്ട് ബിഗ് ബോസ് അതൊന്ന് പരിഗണിക്കണം. ഇത്രയും പറയുന്നതാണ് തുടർന്ന് കേൾക്കുന്നത്. സത്യത്തിൽ അനീഷിൻ്റെ ഈ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന കാര്യം അവിടെ ആരും കണ്ടിരുന്നില്ല. ഇത് അനീഷ് പറയുമ്പോൾ ആദിലയുടെയും നൂറയുടെയും മുഖം പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുത്തു കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പോലും അമ്പരന്ന് പോവുകയാണ് അത് കണ്ടിട്ട്. കാരണം അവരോർത്തത് അവരെ കളിയാക്കുകയാണ്. എന്തായാലും ഇത് ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവരെ ആ വീടിനകത്ത് വെച്ച് കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന രീതിയിലായിരുന്നു അവരുടെ മാനസികാവസ്ഥ.
എന്നാൽ സത്യം അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവർ കാണാതെ ആ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ നന്നായിരുന്നുവല്ലോ എന്ന് പറയുന്ന ആ കാഴ്ച കണ്ടപ്പോഴേക്കും അവിടെ മഞ്ഞുരുകി മാറുകയാണ്. ഇതിൽ കൂടി മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അനീഷ് എന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആ വീട്ടിലുള്ള ആൾക്കാരുടെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ വേണ്ടി ഈ എപ്പിസോഡിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ബിഗ് ബോസ് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അയാളെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ്. അയാൾ വെറും വേസ്റ്റ് ആണെന്നും അയാൾ വെറും വൃത്തികെട്ട മനുഷ്യനാണെന്നും അയാൾ സുബോധമില്ലാത്തവനാണെന്നും ഒക്കെ ഒരു ചിന്തയാണ് അവിടെ എല്ലാവരും വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഈ ഒരു വിഷ്വൽ കാണിക്കുന്നതിൽ കൂടി ആ ഒരു തെറ്റിദ്ധാരണ ബിഗ് ബോസ് തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഈ കരുതുന്നത് പോലെ അയാൾ ഒരു മാനസിക രോഗിയൊന്നും അല്ല. ഒരു സുബോധവും ഇല്ലാതെ അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയല്ല. അയാൾ എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഗെയിം പ്ലാനുകളാണ്, അയാളുടെ സ്ട്രാറ്റജി മറ്റൊന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ മുൻപിൽ തുറന്നു കാണിക്കുവാൻ ബിഗ് ബോസ് ശ്രമിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസിന്റെ ആ ശ്രമം പാഴ്ശ്രമമായി മാറുന്നു എന്നുള്ളത് എപ്പിസോഡിന്റെ അവസാനമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. ഈ വിഷ്വൽസ് ഒക്കെ കാണിച്ചതിന് ശേഷം ലാലേട്ടൻ വീണ്ടും അനീഷിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അനീഷ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുകയാണ്, ലാലേട്ട എൻ്റെ ബെഡ് സ്പേസിലേക്ക് വന്നിട്ട് എന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും അധികം ഇറിറ്റേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ആദില. എനിക്കാണെങ്കിൽ ഇവരെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എന്നാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഫാമിലിയുമായിട്ട് അവരെ ഒന്ന് ഒരുമിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ഒരു ഒത്തൊരുമയിലേക്ക് അവർ എത്തുകയാണെങ്കിൽ ഇവരുടെ 99% ഓഫ് പ്രോബ്ലവും അവിടെ തീർന്നു. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വലിയൊരു നാടകം കളിക്കുകയായിരുന്നു ആദിലെ ആ സമയത്ത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെ അനീഷേ, നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രൊവോക്ഡ് ആവില്ലേ? ഇല്ല ലാലേട്ട, എൻ്റെ മനസ്സിൽ ഒരു റോങ് ഇൻറ്റൻഷനോട് കൂടിയല്ല ഞാൻ അവരോട് സംസാരിച്ചത്. അനീഷ് ഇത് സംസാരിക്കുമ്പോഴേക്കും ആദിലെ ഒരു ഭാഗത്ത് കൂടി കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി. ആദിലയ്ക്ക് അനീഷ് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. അനീഷ് പറയുന്നുണ്ട്, ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്, ഫാമിലി മാറ്ററാണ്. അതിനിടയിലേക്ക് നമ്മൾ കയറി ചെന്നത് അവർക്കൊരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണില്ല. അങ്ങനെ നിങ്ങൾ സംസാരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുവാൻ അവർ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. അതുകൊണ്ടല്ലേ, അങ്ങനെ മനസ്സിലാക്കരുതോ അത്. എന്നിട്ട് ലാലേട്ടൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയുകയാണ്. അനീഷിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നം ഒരു ഫാമിലി പ്രശ്നമാണ്. ഒരു ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തി, കുടുംബ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും അത് ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അനീഷിന്റെ മാനസികാവസ്ഥ? അതിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമോ, അതോ നിങ്ങൾ തിരിച്ചു സംസാരിക്കുമോ? ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും കൂടി കൈയടിച്ച് ലാലേട്ടൻ പറഞ്ഞതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് അനീഷ് പറയുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആദിലയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രശ്നം ഇവിടെ തീരട്ടെ, നിങ്ങൾക്ക് 2 ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇതങ്ങ് പരിഹരിക്കാം. അപ്പോൾ വീണ്ടും അനീഷ് പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട, ഞാൻ പല ആവർത്തി ആദിലയുടെ അടുക്കൽ ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ആദിലയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. എന്താ ആദിലയ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് ചോദിക്കുമ്പോൾ ആദില അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദില അങ്ങ് വിങ്ങിപ്പൊട്ടി തുടങ്ങുന്നു. ആദിലയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉടനെ ലാലേട്ടൻ വീണ്ടും അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതൊരു ഫാമിലി ഇഷ്യൂസ് ആണ്, ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു വന്നത്. ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ആയിരിക്കും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം, പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് പഠിക്കണം. ഇത് കേട്ടുകൊണ്ട് വീണ്ടും ആദില വിങ്ങിപ്പൊട്ടിക്കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ആദില പറയുന്നുണ്ട്, ഇത് ഫാമിലി ഇഷ്യൂസ് ആണ് സാർ, അവിടെ പല വിഷയങ്ങളും പേപ്പറിൽ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ തനിക്കത് മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. ഉടനെ ലാലേട്ടൻ വീണ്ടും ആദിലയെ ഇരിക്ക് എന്ന് പറഞ്ഞിരുത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് അനീഷ് പ്രതിയെ ആദിലയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആദിലയെ സമാധാനിപ്പിക്കാനും ഈ പ്രശ്നം തീർക്കാനും വേണ്ടി തന്നെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അനീഷ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പെട്ടെന്ന് കുരുപൊട്ടി. ഇവരെല്ലാവരും കൂടി തൊട്ടു പോകരുത്, അടുത്തു പോകരുത്, മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് അനീഷിന്റെ നേരെ അങ്ങ് കയർക്കുകയാണ്. ലാലേട്ടൻ അഭിപ്രായം പറയാൻ വേദിയിൽ നിൽപ്പുണ്ട്. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ തിട്ടൂരം അത് അനീഷിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. അനീഷ് പാവം തിരികെ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ വീണ്ടും ആദില എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ലാലേട്ടാ, നിങ്ങൾക്കാർക്കും അറിയില്ല, കുറേ ഡ്രോമാസ് ഇതിനകത്ത് ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ തോന്നലാണ് എന്നാണ് അനീഷ് പറയുന്നത്. പെട്ടെന്ന് അനീഷ് കൗണ്ടർ അറ്റാക്കുമായിട്ട് വരികയാണ്. ലാലേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഇത് തോന്നലാണ് എന്നുള്ളൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അതെ, അനീഷ് അത് കട്ടായമായിട്ട് പറയുകയാണ്. എന്നിട്ട് ലാലേട്ടൻ അതിനെ എതിർക്കുന്നില്ല. ശരിക്കും ഈ അനീഷ് പറയുന്ന വാക്കുകളൊക്കെ എന്താണെന്ന് അയാൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ഓർമ്മക്കുറവും അനീഷിനില്ല. അതുകൊണ്ട് തന്നെ താൻ പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരെ ആരോപിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒറ്റ വാക്കിൽ അനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അത്രയും ഉറപ്പിച്ചു പറയുവാൻ എങ്ങനെയാണേ പറ്റുക? ആ വീട്ടിൽ മുഴുവൻ ക്യാമറ ഇരിക്കുകയല്ലേ. ഇത് നമുക്കത് കാണാമെന്ന് പറഞ്ഞാൽ അനീഷിന്റെ പണി പാളും. പക്ഷെ അനീഷിന് ഉറപ്പാണ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചങ്കൂറ്റത്തോടെ ഒന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ. പക്ഷേ ആദിലെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ തോന്നലാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ പല മാറ്റേഴ്സ് ഉണ്ട്. ഈ ലോകത്ത് നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങൾക്കകത്തുമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട്. എനിക്ക് എൻ്റെ ബാപ്പാനുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയുമൊക്കെ അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ ഇവളുടെ വീട്ടിൽ, നൂറയുടെ വീട്ടിൽ, നൂറയുടെ ഉമ്മയുമായിട്ട് അവൾക്ക് ചേർന്ന് പോകാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ കാരണം? മുമ്പേ പറഞ്ഞ വാക്ക് തന്നെയാണ്. ലോകത്തിൽ നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ബാപ്പ വളരെ മോശക്കാരനാണ്, നൂറയുടെ ഉമ്മയും വളരെ മോശക്കാരിയാണ്. എന്നാൽ മറ്റുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ ഈ ബാപ്പയോടും ഉമ്മയോടുമുള്ള പൊരുത്തക്കേടാണ് ശരിക്കും ഈ രണ്ടാൾക്കാരുടെ പ്രശ്നം. എന്നിട്ട് വീണ്ടും ആദില പറയുന്നത്, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഒരുമാതിരി ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ലാലേട്ടാ. ഈ സംഭവം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല ലാലേട്ടൻ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറയുകയാണ്, ഈ പരാതിയും ഈ പ്രശ്നങ്ങളുമൊക്കെ അത് നിങ്ങൾ തന്നെ പറഞ്ഞങ്ങ് പാച്ചപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അടുത്തത് അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷിന്റെ പരാതി എന്താണ്? അപ്പോൾ അഭിലാഷ് പറയുന്നത്, ലാലേട്ട അയാള് വളരെ പാവമാണ്, പക്ഷേ അയാളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അയാൾ ഇവിടെ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. അയാൾ ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നുണ്ട്, ഇതിനകത്ത് നടക്കുന്ന ആരുമായിട്ടും യാതൊരു സഹകരണവും അദ്ദേഹത്തിന് വേണ്ട, ഇവിടുന്ന് പോയാലും അങ്ങേർക്ക് ആരുമായിട്ടും സഹകരിക്കുകയും വേണ്ട, ഒരാളിനെയും അടുപ്പിക്കുകയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും കേട്ടു. അനീഷിന്റെ നല്ല നാടാണ്, നല്ല നാട്ടുകാരാണ് എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ഇവരെ ആരും വരണ്ട എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണോ അതോ വെറുതെ പറഞ്ഞതാണോ? ഇല്ല ലാലേട്ട, വളരെ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാണ്. അതിന്റെ കാരണം ലാലേട്ട, നോമിനേഷനിൽ ഇവിടെ ഇരിക്കുന്ന ചിലർ ഇല്ല എന്നറിഞ്ഞപ്പോൾ വിത്തിൻ സെക്കൻഡിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് ആർക്കും ഒരു സ്നേഹവുമില്ല, ഇവർ എല്ലാവരും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അല്ല അനീഷെ, എന്തുകൊണ്ടാണ് അനീഷിനെ ഈ ആൾക്കാരെല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ഇവരെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അറിയത്തില്ല ലാലേട്ട. ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഇവരെന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവർക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നെങ്കിൽ അവർ മുന്നമേ കൂട്ടി പറയാമായിരുന്നു. പക്ഷേ നോമിനേഷനിൽ ചിലർ രക്ഷപ്പെട്ടപ്പോൾ ഇവരുടെ തനിനിറം എന്താണോ അത് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തെ എനിക്ക് വിശ്വാസമില്ല. ഒരു കൈ അകലം എനിക്ക് എല്ലാവരെയും നിർത്തിയാൽ മതി. സത്യത്തിൽ ഇതാണ് അനീഷ്. കൃത്യമാണ് നിലപാട്. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനീഷിന്റെ നിലപാട് അത് ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടനും പറയുന്നുണ്ട്, അതെ അതാണ് നിലപാട്. ഒരാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്തിനാണ് അയാളുടെ പുറകിന് നടന്നിട്ട് ഞങ്ങൾ വരും ഞങ്ങൾ വരും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് ശരിയായിട്ടുള്ള ഇടപാടാണോ? അയാൾക്ക് താല്പര്യമില്ല. സത്യത്തിൽ ഇതൊക്കെ അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. ഫസ്റ്റിലെ വന്ന് കയറിയ ആ വീക്കിൽ തന്നെ പൊതുജനത്തിന്റെ ഉള്ളിൽ അയാൾ കൃത്യമായിട്ട് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പലരെയും ചൊറിഞ്ഞു, വല്ലാത്ത ഒരു ഇറിറ്റേഷൻ അയാൾ ഉണ്ടാക്കി. ഇതിൽ കൂടിയൊക്കെ അയാൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറിപ്പറ്റുവാനൊരു ശ്രമം നടത്തുകയായിരുന്നു. അതിനകത്ത് അനീഷ് പൂർണ്ണമായിട്ടും വിജയിച്ചു. അനീഷിന്റെ ആ ഗെയിം സ്ട്രാറ്റജിയെ ഒരിടത്തു പോലും ബിഗ് ബോസോ ലാലേട്ടനോ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അയാളുടെ പിറകിൽ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും വഴക്ക് പറയുകയാണ്. അനീഷ് എന്താണ് അനീഷ് ഇങ്ങനെയൊക്കെ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നില്ല. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ഒരുപക്ഷെ ഇതായിരിക്കും. അതുകൊണ്ട് ഒരു കൈ അകലമാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങ് മാറിയൊന്നുകൂടെ? എന്തിനാണ് അയാളുടെ പുറകിന് നിങ്ങൾ നടക്കുന്നത്? ഇത് ചോദിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയാണ് ലാലേട്ടൻ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ വീട്ടിലുള്ള മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒന്നും ലാലേട്ടൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ സന്ദേശം എന്താണെന്ന് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഭയങ്കര ഗെയിമേഴ്സാണ്, ഭയങ്കര മൈൻഡ് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. ഞാൻ ഈ പറയുന്നത് ഈ എപ്പിസോഡിന്റെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും.
പിന്നീട് അപ്പാനിയിലേക്കാണ് ലാലേട്ടൻ എത്തുന്നത്. ശരത്തിന് എന്താണ് അഭിപ്രായം? ശരത്തിനും ഉണ്ടായിരുന്നല്ലോ പരാതി. അതേ ലാലേട്ട, എനിക്കും പരാതി ഉണ്ടായിരുന്നു. എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ ആൾക്കാരും തമ്മിൽ പ്രശ്നവും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് അല്പനേരമാണെങ്കിൽ പോലും എല്ലാവരും എല്ലാം മറന്ന് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചൊക്കെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനീഷ് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരടുപ്പവും കാണിക്കുന്നില്ല. അനീഷ് എപ്പോഴും എല്ലാത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുകയാണ്. ഇവിടെയുള്ള ഈ 19 ആൾക്കാർക്കും അനീഷ് പ്രശ്നക്കാരൻ തന്നെയാണ്. ഉടനെ അപ്പാനിയോട് ലാലേട്ടന്റെ ചോദ്യം, അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാവുന്ന ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാവരോടും ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടി ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടക്കാൻ പറ്റുന്നൊരു വീടല്ല ഈ വീട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ അയാളെ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കുറച്ച് ദിവസം കൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വോട്ടുണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ അതൊന്നും അല്ല ചെയ്യുന്നത്. അയാൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ അയാളുടെ പുറകിന് നടക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അത് അയാളുടെ ഗെയിമാണ്. എന്നിട്ട് നിങ്ങൾ അയാളുടെ പുറകിന് തന്നെ നടക്കുകയല്ലേ? അപ്പോൾ ശരിക്കും പ്രശ്നക്കാരാരാണ്? അല്ല ലാലേട്ട, അങ്ങനെയല്ല. ഒരു പ്രശ്നവുമില്ല. വളരെ ശാന്തമായിട്ട് അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷേ, ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ശാന്തമായിട്ട് ആ സമയത്ത് അയാളോട് ചോദിക്കുമ്പോൾ, നീ ആരാടാ എന്നോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിത്തെറിക്കും ലാലേട്ട. ഇത് കേൾക്കുമ്പോൾ ലാലേട്ടന് പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. ലാലേട്ടൻ പറയുകയാണ്, ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരാളിൻ്റെ അടുക്കൽ ചെന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ശരത്തെ? അത് ശരിയായ കാര്യമാണോ? ശരിയല്ല ലാലേട്ട, ഇനി ചോദിക്കില്ല, സോറി. എന്റെ ശരത്തെ, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ശത്രുതയുള്ളത് കൊണ്ടൊന്നും അല്ല. ഇത് ഗെയിമായിട്ട് കാണുക. ഒരാളിന് നിങ്ങളുടെ ശത്രുതയുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുക, ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജിയായി മാറേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ലാലേട്ടൻ ഇത് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നും ഭയങ്കരമായിട്ട് കയ്യടി ഉയരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അപ്പാനി പറയുന്നുണ്ട്, ലാലേട്ട, ഇനി മുതൽ അയാളോട് സംസാരിക്കാൻ പോകുന്നേയില്ല, തീർന്നല്ലോ പ്രശ്നം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ജനത്തിന്റെ കയ്യടി കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കണം എങ്ങോട്ടാണ് കാറ്റിന്റെ ഗതി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഗെയിമിൽ ആരാണ് കൂടുതൽ മൈലേജ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് കൂടുതൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അനീഷ് തന്നെയാണ്. അതുകൊണ്ടല്ലേ ലാലേട്ടൻ ഇത് സംസാരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ എഗ്രി ചെയ്തുകൊണ്ട് ലാലേട്ടന്റെ സംസാരത്തിനൊപ്പം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ കയ്യടി കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കണം പൊതുജനം അനീഷിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇത് മനസ്സിലാകുന്നില്ല ഈ പൊട്ടന്മാർക്ക്. വീണ്ടും അനീഷിനെ ആക്രമിക്കുകയും അനീഷിനെതിരെയുള്ള പരാതി പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുവാൻ വേണ്ടി അവിടുത്തെ എല്ലാ അണ്ണന്മാരും അണ്ണിമാരും ശ്രമിക്കുകയാണ്. അടുത്തത് ലാലേട്ടൻ ഡോക്ടർ ബിന്നിയിലേക്കാണ് പോകുന്നത്. ബിന്നിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് തന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നൊരു കാര്യമുണ്ട്. ലാലേട്ടൻ പറഞ്ഞിരുന്നല്ലോ ഈ കാർഡുകളൊന്നും ഇവിടെ ഇറക്കണ്ടെന്ന്. വന്നു കയറിയ സമയം മുതൽ കാർഡുകൾ തന്നെ ഇദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പഴയ കാർഡുകൾ പുള്ളി ഇറക്കുന്നുണ്ട്, പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറെ പുതിയ കാർഡുകൾ പുള്ളി ഇറക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇടയ്ക്ക് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയും, അല്പം കഴിയുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷ് പറയരുത് എന്ന് പറയും. ആ പറഞ്ഞ വ്യക്തി തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. ഇത് കേട്ടുകൊണ്ട് ലാലേട്ടൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം അയാൾ കളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല ലാലേട്ട, പുള്ളിക്കാരനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. അദ്ദേഹത്തെ മനസ്സിലാക്കി കളിക്കാൻ ശ്രമിക്ക്. നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യം അനീഷിന്റെ മാത്രം പ്രത്യേകതയല്ല, അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരിലും ഈ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് അടുത്ത ആഴ്ചയിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന കൂട്ടുകാരി എന്ന് പറയുന്നയാള് അടുത്ത കളിയിൽ നിങ്ങൾക്കെതിരായി കളിക്കുമ്പോൾ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ വന്നിട്ട് അയാളെക്കുറിച്ച് കംപ്ലൈന്റ് പറയും. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു മൈൻഡ് ഗെയിമാണ്. നിങ്ങൾ മനസ്സിലാക്കി കളിക്കണം. അതുകൊണ്ട് ഡോക്ടർക്ക് പേഷ്യൻസ് വേണം. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ രോഗികൾ എന്നല്ല, പേഷ്യൻസ് വേണം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ മെക്കിട്ട് കയറാൻ മാത്രം അയാൾ ഇതുവരെ വന്നില്ല. അതെനിക്ക് പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത കൗണ്ടർ, എന്തായാലും വെയിറ്റ് ചെയ്യ്, അയാൾ വന്നോളും. ഇത് കേട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ ഇരിക്കുകയാണ്. അടുത്തത് അനീഷിനെ കുറിച്ച് പരാതി പറഞ്ഞ ശാരിക, KB ശാരികയാണ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ശാരികയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ലാലേട്ട, എനിക്ക് അയാളെക്കുറിച്ച് കുറച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു നല്ല ഗുണം പറയൂ. ഉടനെ ശാരിക പറയുകയാണ്, ഇൻസൈഡിൽ അയാൾക്കൊരു നല്ല ഹാർട്ട് ഉണ്ട് ലാലേട്ട. അയാളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളോട് സംസാരിച്ചത്. ആദിലയോടും ന്യൂറയോടും സംസാരിച്ചതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നുണ്ട്. അയാളുടെ നല്ല ഗെയിമറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ പല കോപ്രായങ്ങളും അയാൾ കാണിക്കുന്നത്. അയാൾക്ക് നല്ല ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. ശാരിക ഇപ്പോൾ ഇത് പറയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ അവർക്ക് കത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ ശാരിക അനീഷിന്റെ പുറകിന് ഒരു വേട്ടപ്പട്ടിയെ പോലെ ഓടി നടന്ന് അയാളെ വേട്ടയാടുകയായിരുന്നു. അനീഷിനെ ചീത്ത പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും അവർ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഒടുവിൽ സഹി കെട്ടിട്ടാണ് അവർ ഈ പരിപാടി നിർത്തി മാറിപ്പോയത്. അങ്ങനെ അനീഷിനെ അരച്ചു കലക്കി കൊടുത്താൽ കുടിക്കും എന്ന് പറഞ്ഞു നടന്ന ശാരിക ഇപ്പോഴെന്തുകൊണ്ടാണ് അയാൾക്ക് ഇൻസൈഡിൽ നല്ലൊരു ഹാർട്ട് ഉണ്ട് എന്ന് തോന്നുന്നു പറഞ്ഞേ? അയാളൊരു നല്ല ഗെയിമറാണ് എന്ന് പറയാൻ കാര്യം എന്താണ്? അയാളുടെ വ്യക്തിത്വം കൊള്ളാമെന്ന് പറയാൻ കാര്യം എന്താണ്? ഈ ആൾക്കാരുടെ കയ്യടിയും ലാലേട്ടൻ ഇത്രയും സമയം സ്റ്റേജിൽ നിന്നുകൊണ്ട് അനീഷിനെതിരെ പരാതി പറഞ്ഞ ഓരോ ആൾക്കാർക്കും നല്ല ഒന്നാം തരം കൊട്ടുകൊട്ടുന്നത് കണ്ടുകൊണ്ട് തന്നെയല്ലേ? അതെ, വളരെ കറക്റ്റാണ്. കാറ്റിനനുസരിച്ച് തൂറ്റുക എന്നുള്ള ആ ഒരു പഴയ തത്വം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ശാരിക അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ശാരിക പറയുകയാണ്, എനിക്ക് അയാളെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അയാൾ വളരെ പരാജയമായിരുന്നു. ഒരു ക്യാപ്റ്റന്റെ ഒരു ഗുണവും അയാൾക്കില്ല ലാലേട്ടാ. അല്ല, നിങ്ങളൊക്കെ കൂടെ തന്നെയല്ലേ അയാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്? അയാളുടെ മുഖം കണ്ടാൽ ആരാണെന്ന് അറിയാത്ത രീതിയിൽ ഉള്ള സോപ്പ് പത മുഴുവൻ തേച്ചു പിടിപ്പിച്ച് അയാളെ ക്യാപ്റ്റൻ ആക്കി മാറ്റിയതല്ലേ? ആട്ടെ, എന്താണ് അയാളുടെ പ്രശ്നം? ലാലേട്ട, ക്യാപ്റ്റന്റെ മുൻപിൽ ഒരു കാര്യവും പറയാൻ വേണ്ടി നമ്മൾ ചെന്നാൽ അയാൾ അത് കേട്ട ഭാവം പോലും നടിക്കില്ല. ഓ, അങ്ങനെയാണോ? ശരി, എന്നാൽ ഇരിക്കൂ. കൂടുതലൊന്നും പറയാൻ ശാരികയ്ക്ക് അവസരം കൊടുക്കാതെ ലാലേട്ടൻ അവരെ അവിടെ പിടിച്ചിരുത്തി ആ ഒരൊറ്റ വാക്കിൽ കൂടി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ അവരുടെ പരാതി ലാലേട്ടൻ കേൾക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അതെ, വളരെ കൃത്യമായിട്ട് ആ ഇരിക്കൂ എന്ന് പറഞ്ഞ വാക്കിൽ കൂടുതലൊന്നും പറയിപ്പിക്കാതിരുന്നതിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. അത് അയാളുടെ ഗെയിമാണ്, അയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണ്. അതിനെ മറുതന്ത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ നേരിടേണ്ടത്. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. അയാൾ മിണ്ടിയില്ല എങ്കിൽ അയാളെ കൊണ്ട് എങ്ങനെ മിണ്ടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അയാളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് മിണ്ടിക്കുവാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാൾ മിണ്ടി, ഇത്രയേ ഉള്ളൂ. അയാളെ സ്നേഹം കൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുത്തണമായിരുന്നു. അയാളെ സൗഹൃദത്തിൽ കൂടെ നിങ്ങൾ കീഴ്പ്പെടുത്തണമായിരുന്നു. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയിൽ അയാളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയണമായിരുന്നു. അത് നിങ്ങൾ ചെയ്യാതെ വെട്ടാൻ വരുന്ന പോത്തിനെ പോലെയാണ് അയാളുടെ മുൻപിലേക്ക് നിങ്ങൾ ചെന്നത്. ഇത് തന്നെയാണ് ലാലേട്ടന്റെ ആ മൗനത്തിൽ കൂടി വ്യക്തമാകുന്നത്. അടുത്തത് ശൈത്യയിലേക്കാണ് പോകുന്നത്. ശൈത്യയുടെ കംപ്ലൈന്റ് എന്താണ്? ശൈത്യയോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ല. അനുവിനോട് പറഞ്ഞു, നീ മോളിൽ നിന്ന് താഴെ ഇറങ്ങി വാടി എന്ന് പറഞ്ഞു. നീ വലിയ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞു നടക്കുകയല്ലേ. തുടർന്ന് ശരത്തേട്ടനെ കുറിച്ച് പറഞ്ഞു, നിന്റെ അഭിനയം കൊള്ളത്തില്ലെന്ന്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അനീഷ് ചാടി എഴുന്നേറ്റു. ലാലേട്ട, പച്ച കള്ളമാണ് ഈ പറയുന്നത്. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അയാളുടെ അഭിനയം കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മോളിൽ നിന്ന് നീ താഴെ ഇറങ്ങി വാടി എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ലാലേട്ട ഉണ്ട് എന്നിവർ പറയാൻ ശ്രമിക്കുന്നത്? ശരത്തിന്റെ പ്രൊഫഷനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും ഞാൻ മിണ്ടിയിട്ടില്ല. ഉടനെ ശൈത്യയോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, ശൈത്യ എന്താണ് അങ്ങനെ പറഞ്ഞേ? സാർ, ഇയാൾ പറഞ്ഞു ഇവിടെ ബഹളം നടന്നുകൊണ്ടിരുന്നപ്പോൾ നിന്റെ അഭിനയം കൊള്ളത്തില്ലെന്ന് ഇയാൾ പറഞ്ഞു. എന്നിട്ട് ശരത്തിനോട് ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞില്ലേ? ശരത്ത് അറിഞ്ഞിട്ടില്ല, ശരത്ത് കേട്ടിട്ടില്ല, ശരത്ത് ആകെപ്പാടെ അന്തം വിട്ടിരിക്കുകയാണ്. ഉടനെ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണു മഴപ്പിച്ച് കാണിക്കുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് പറ എന്നുള്ള ആ ഒരു മുഖത്ത് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. പക്ഷെ ശരത്തിനത് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? പറയാത്ത കാര്യമല്ലേ. വീണ്ടും വീണ്ടും ശൈത്യ ചോദിക്കുക, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞല്ലോ. അയ്യോ, അപ്പാനി ആകെപ്പാടെ പെട്ടു. അയാൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ഉടനെ അനീഷ് വീണ്ടും പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേട്ടാ. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് എന്തിനാണ് ഇവർ കള്ളം പറയുന്നത്? ആ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ ശൈത്യ പിടിക്കപ്പെട്ടു. അവർ വീണു. വീണെടുത്ത് കിടന്ന് വീണ്ടും മാക്സിമം ഉരുളുവാൻ വേണ്ടി ശൈത്യ ശ്രമിക്കുകയാണ്. അനീഷ് ആരാമോൻ, അയാൾ വിടത്തില്ല. ഉടനെ ശരത്ത് ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ലാലേട്ടാ, ഇയാൾക്ക് സെലിബ്രിറ്റികളെ എല്ലാം ഭയങ്കര പുച്ഛമാണ്, അവരെ ഇഷ്ടമല്ല. അത് വിട്, അത് വേറെ കാര്യം. അതല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ അഭിനയം കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ? ഉടനെ ശൈത്യ വീണ്ടും പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറ. അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിവിടെ ഒരു സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞില്ലേ? അയാൾ ആകെപ്പാടെ വാപൊളിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് അപ്പാനി ശൈത്യയെ ഇട്ടുകൊടുക്കരുത് എന്നുള്ള ചിന്തയിൽ പറയുകയാണ്, പറഞ്ഞിട്ടുണ്ട് ലാലേട്ടാ, ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അഭിനയം കൊള്ളത്തില്ലെന്ന് അവൻ പറഞ്ഞായിരുന്നു. അതെ, പച്ച കള്ളമാണ് ഈ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശൈത്യ പറഞ്ഞ് പറയിപ്പിക്കുകയാണ്. പക്ഷെ അനീഷ് പറയുന്നു, ലാലേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പാനിക്കറിയാം ആ സ്ത്രീ കള്ളം പറയുകയാണെന്നുള്ളത്. പക്ഷേ അവർക്ക് വേണ്ടി അയാൾ ആ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയാണ്. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരത്തെ, ശൈത്യക്ക് എങ്ങനെ വോട്ട് ചെയ്യും ആൾക്കാർ? ഈ നട്ടാക്കുരുക്കാത്ത നുണകളൊക്കെ പറയുന്ന ഒരാളിനെ എങ്ങനെയാണ് BB ഹൗസിലെ ആൾക്കാർ പിടിച്ചു നിർത്തുന്നത്? അനീഷിന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇനി അഥവാ അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉടൻ തന്നെ ആ പറഞ്ഞതിന്റെ വിഷ്വൽ ലാലേട്ടൻ അവിടെ കാണിച്ചേനെ. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഉടനെ അപ്പാനി വീണ്ടും പറയുകയാണ്, പക്ഷെ ലാലേട്ട ഇയാൾ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെ, അത് തന്നെയാണ് കറക്റ്റ്. അനീഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ശൈത്യ അടി കൊണ്ടതുപോലെ ആയിപ്പോയി. ആ സമയത്ത് ഭൂമി അങ്ങ് പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ശൈത്യ നിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് അയാളെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെയും കാണാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്തിനാണ് അയാൾക്കെതിരെ ശത്രുതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ തന്നെ ഇത്രയും ആരോപണങ്ങളെല്ലാം അയാൾക്കെതിരെ നിങ്ങൾ അഴിച്ചുവിടുമ്പോഴും പ്രേക്ഷകരാരുടെ ഭാഗത്താണ്? പ്രേക്ഷകർ നിങ്ങളുടെ കൂടെ അല്ല, അനീഷിന്റെ കൂടെ തന്നെയാണ്. കാരണം ഈ ഒരു എപ്പിസോഡ് മുഴുവനും അനീഷ് തന്നെ തൂക്കി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് എതിരഭിപ്രായം പറയുവാൻ കഴിയും? എപ്പിസോഡിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞു നിന്ന് ആടിയ ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് കോമണർ അനീഷ് മാത്രമാണ്. ഇങ്ങനെ ഒരു പോക്കാണെങ്കിൽ ഒരു 50 ദിവസം അയാൾ അവിടെ നിന്നാൽ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാം, ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ അനീഷായി മാറും എന്ന് പറയുന്നതിൽ സംശയമില്ല. തുടർന്ന് അനുമോളെ എഴുന്നേൽപ്പിക്കുകയാണ്. അനുമോൾക്ക് അനീഷിനെതിരെ എന്തു പരാതിയാണുള്ളത്? അത് അനീഷ് എന്നെക്കുറിച്ച് പറഞ്ഞു, ലാലേട്ടാ ഞാൻ ആകാശത്തു നിന്ന് താഴെ വന്ന് ഭൂമിയിൽ കാലൂന്നി നിൽക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നെക്കുറിച്ച്. അത് അയാൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ചോദിച്ച ആദ്യ ചോദ്യത്തിൽ തന്നെ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറെന്തെങ്കിലും പരാതിയുണ്ടോ? ഉണ്ട് ലാലേട്ടാ, മറ്റൊരു പരാതിയുണ്ട്. ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്നറിന്റെ പ്രശ്നം നടന്നിരുന്നു. ഇന്നറിന്റെ പ്രശ്നം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി അറിയാത്തവർക്ക് വേണ്ടി 1-2 വാക്കിൽ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം. നമ്മുടെ ജിസേലിന്റെ ഒരു അടിവസ്ത്രം അത് അവർ കുളിക്കാൻ പോയ സമയത്ത് കഴുകിയിട്ട് അത് കൊണ്ടുവന്ന് വിരിച്ചത് ആ വാഷ്റൂം ഏരിയയിൽ ഒരു തത്തമ്മയുടെ മുകളിലാണ്. അവരത് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചൊന്നുമില്ല. അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ടവലിട്ട് മറച്ചിട്ടാണ് അവർ പോയത്. എന്നാൽ ഈ സംഗതി ഒരു കൂട്ടം പുരുഷ കേസരികൾ അവിടെ എത്തിയപ്പോൾ അവരത് കണ്ടു. അവർ പെട്ടെന്നൊരു കമ്പ് കൊണ്ട് ഇത് തോണ്ടിയെടുത്ത് ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമാണല്ലോ. ഒരു സ്ത്രീയുടെ ഒരു അടിവസ്ത്രം അവിടെ അവർ ഉണങ്ങുവാൻ വേണ്ടി ഇട്ടു എന്നുള്ളത് അവർക്കത് വല്ലാത്തൊരു ഹാസ്യാത്മകമായ ചിന്തയായിപ്പോയി. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഒടുവിൽ ഇത് ജിസേൽ കണ്ടു. ജിസേൽ കണ്ടപ്പോൾ ജിസേലിന്റെ മനസ്സിൽ തോന്നിയത് ഇത് അനുമോളാണ് ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതെന്നാണ്. അതിനെയാണ് ഇവിടെ കോൾഡ് വാർ എന്നൊക്കെ പറയുന്നത്. ഇവർ തമ്മിൽ ഒരു ശീത സമരം അവിടെ നടന്നു. ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് പോയതാണ്. ഇപ്പോൾ ജിസേലും അതിനകത്തൊരു കള്ളം പറയുന്നുണ്ട്. ഇവൻ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അവനോട് സംസാരിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ എൻ്റെ അടുക്കൽ സംസാരിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു, ഞാൻ അവനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. ശരിക്കും അനീഷ് അവരോട് പോയി സംസാരിക്കുമ്പോൾ അവർ കാര്യം പറയുന്നുണ്ട്. അനുമോള് എൻ്റെ ഇന്നറെടുത്ത് ആ ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു, എനിക്കത് വല്ലാത്ത ഷെയിമായി പോയി, എന്നോടത് വന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. ഈ വിഷയം അനുമോളോട് ചോദിക്കുവാൻ വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിൽ വീണ്ടും അനുമോളുടെ അരികിലേക്ക് അനീഷ് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്ന്. ഞാനല്ല ആ ഇന്നർ കണ്ടത്, ഞാനത് പരസ്യപ്പെടുത്തിയുമില്ല. അവിടെ മറ്റു ചില ആൾക്കാർ, ഇവിടുത്തെ ചില ആണുങ്ങൾ അവിടെ വന്നു, അവരത് കണ്ടു, അവരത് കമ്പിൽ കൊത്തി പൊക്കിയെടുത്തു, അവരത് ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഈ സമയത്ത് അനീഷ് ചോദിക്കുന്നുണ്ട്, അത് ആരാണത് ചെയ്തത്? അത് ഞാൻ പറയില്ല. പറയണം, ആരാണ് അത് ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്? അത് ഞാൻ പറയില്ല. എന്താണ് പറയാത്തതിൻ്റെ കാര്യം? ഇവിടെ ഒരു പ്രശ്നമുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം സംസാരിച്ചു വിട്ടുകളഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഞാൻ അവരെ പ്രശ്നത്തിലാക്കുന്നത്? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വ്യക്തിപരമായിട്ട് ഗെയിം കളിക്കാൻ വന്ന ആളാണ്. നിങ്ങൾ പറയുന്ന വാക്ക് മറ്റൊരാളിന് പ്രശ്നമാകുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ആരാണിത് ചെയ്തത്? ശരിക്കും ഈ അടിവസ്ത്രം ഇങ്ങനെ ഉയർത്തിയെടുത്ത് ക്യാമറയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആര്യനാണ്. പക്ഷേ അനുമോളത് പറയില്ല. ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, നിനക്ക് നിലപാടില്ല, നിനക്ക് നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ നീ ഉറച്ചു നിൽക്കും. നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ഗെയിം കളിക്കാനാണ് വന്നതെങ്കിൽ നീ ഈ പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം, അത് ചൂണ്ടിക്കാണിക്കണം. പക്ഷെ അനുമോള് പറയില്ല. ഇത് പറഞ്ഞാണ് ഇവർ തമ്മിൽ അടിയാകുന്നത്. ആ സമയത്ത് ആവർത്തിച്ച് അനീഷ് പറയുന്നുണ്ട്, നിലപാടില്ലാത്തവർ. അവസാനം ഈ നിലപാടില്ലാത്തവൾ എന്ന് പറഞ്ഞ ആ വാക്കുപോലും അവിടെ വലിയ പ്രശ്നമായി മാറി. അങ്ങനെ പ്രശ്നമാകുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നത്, അനുമോളെ നീ ആകാശത്തു നിന്ന് താഴേക്കുവാ, താഴെ വന്ന് ഭൂമിയിൽ കാൽ ചവിട്ടി നിൽക്ക് എന്ന് പറഞ്ഞ് അനുവിനെ വെല്ലുവിളിക്കുകയാണ് ആ സമയത്ത് അനീഷ്. ഇതാണ് ഇവിടെ നടന്ന പ്രശ്നം. ഒടുവിൽ അനീഷ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, ലാലേട്ടാ ഇതാരാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി ഒരു 100 തവണയിലധികം ഞാൻ അവളോട് ചോദിച്ചു. പക്ഷെ അവളത് പറയില്ല. അതിൻ്റെ കാരണം അവരെല്ലാം അവളുടെ ഫ്രണ്ട്സാണ്. ഇതെല്ലാം
ഇതെല്ലാം കേട്ടതിന് ശേഷം ഇത്തരം പരാതികൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, ഇരിക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ലാലേട്ടൻ പിടിച്ചിരുത്തുകയാണ്. ഇതിൽ കൂടി എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ പ്രശ്നത്തിനകത്തെല്ലാം ന്യായവും നീതിയും അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ്. അനീഷിനോടുള്ള അടങ്ങാത്ത പക കൊണ്ട് അയാളെ ഒറ്റപ്പെടുത്തുക, ഇല്ലാതെയാക്കുക എന്നുള്ള ശ്രമത്തിൽ എല്ലാവരും കൂടി ഈ പരാതിയെല്ലാം എഴുതി ഇയാൾക്കെതിരെ വലിയ കലാപം അഴിച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത്. എന്നാൽ ഇവർ സൃഷ്ടിക്കുന്ന ഈ പുകമറ ഇത് തുറന്നു കാണിക്കുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അനീഷിനെ കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓരോന്നിനും മറുപടി പറയിപ്പിച്ച് ഇവരെ അടിച്ച് അച്ചാറാക്കി തീർക്കുന്ന പരിപാടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാണുന്നത്. തുടർന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനിയും കണ്ടമാനം പരാതികൾ അവിടെ കിടപ്പുണ്ട്, ഇനി അതൊക്കെ എടുക്കണോ? അപ്പോൾ ഒന്നില് പറയുകയാണ്, എല്ലാം സോൾവ് ആയി ലാലേട്ടാ, വിട്ടേക്ക്. അയാൾക്ക് മനസ്സിലായി വീട്ടുകാർ ഇത്രയും ആഞ്ഞു തുഴഞ്ഞിട്ടും വള്ളം ഇപ്പോഴും തിരുനക്കര തന്നെയാണ് കിടക്കുന്നത്, സ്ഥിതി ഒരു തരത്തിലും മാറുന്നില്ല, അനീഷ് തന്നെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ആ പരാതിപ്പെട്ടി അവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് ലാലേട്ടൻ എലിമിനേഷനിൽ വന്ന 3-4 പേരെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിനകത്തൊന്ന് സരികയെയും തുടർന്ന് ആര്യനെയും സേവ്ഡ് ആക്കുകയാണ്. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് വേറെ കുറെ പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് പരിശോധിച്ചിട്ട് വരാം, ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് തിരികെ പോവുകയാണ്. ലാലേട്ടൻ പോയ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ അടി പൊട്ടിക്കഴിഞ്ഞു. അനുവും അനീഷും തമ്മിൽ ഭയങ്കര പോരാട്ടം നടക്കുകയാണ്. പോരാട്ടം ഈ പറഞ്ഞു നിർത്തിയ ഷഡ്ഡിക്കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട്, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ജിസൈൽ പറഞ്ഞിട്ടാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ വന്നു, നീ എന്തുകൊണ്ട് സത്യാവസ്ഥ എന്നോട് പറയുന്നില്ല? അവൾ പറയുന്നു, ചേട്ടനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല, പറയത്തില്ല. ഈ വീട്ടിലുള്ള 19 ആൾക്കാരും അത് അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ മാത്രം അറിഞ്ഞില്ല, നിങ്ങളോട് ഞാൻ പറയില്ല, നിങ്ങൾ അറിയുകയും വേണ്ട. എന്തുകൊണ്ട് നീ എന്നോടത് പറയുന്നില്ല? പറയാൻ ഇപ്പോൾ സൗകര്യമില്ല. ഇത് പറഞ്ഞ് വീണ്ടും അനുമോള് അനീഷിനെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഈ ഒരു വിഷയം ഞാൻ വിടില്ല, എത്ര നാള് ഇത് പറയാൻ പറ്റുമോ അത്രയും നാളും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അനുമോള്, ഒരു ഷഡ്ഡിയുടെ വിഷയം എത്ര നാള് ചേട്ടന് പറയാൻ പറ്റുമോ അത്രയും നാള് ചേട്ടൻ പറഞ്ഞുകൊണ്ടേ നടക്കും. ഉടനെ അനീഷിന്റെ കൗണ്ടർ, ഞാൻ ഇന്നറിന്റെ കാര്യമല്ല പറഞ്ഞത്, നിലപാടിന്റെ കാര്യമാണ്. ഈ നിലപാടില്ലായ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അവരുടെ സംസാരം അങ്ങോട്ട് നിർത്തുകയും ഉടനെ അഭിലാഷിന് കുരു അങ്ങ് പൊട്ടി. അത്രയും നേരം മിണ്ടാതിരുന്ന പാർട്ടി പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കുക. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ടാടാ, ഇത് പറഞ്ഞ് ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണ്. പിന്നെ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഞാൻ ഓർത്തു വെച്ച അടി പൊട്ടിച്ചു കൊടുക്കും അനീഷിന്റെ ചെവിക്കലിൽ നിന്ന്. അതുപോലെ മുണ്ടുമൊക്കെ മടക്കി കുത്തിയ ആ ലാലേട്ടന്റെ ആ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിങ് വരികയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി വന്നിടപെടുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ പറയുകയാണ്. ഇത്രയും സമയം ഇവിടെ എന്താണ് നടന്നത്? എത്രയോ പരാതികൾ. ഈ പരാതികൾ മുഴുവൻ ഏത് രീതിയിലാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്തത്? ഒരു വാക്കുകൊണ്ട് പോലും അനീഷ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് അയാളെ ശാസിച്ചില്ല. അയാളുടെ ചില വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലാലേട്ടൻ. അത് പ്രത്യേകിച്ച് ആദില നൂറയുടെ വിഷയത്തിനകത്ത് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് വളരെ സോഫ്റ്റായിട്ടാണ് ലാലേട്ടൻ പറഞ്ഞു വിടുന്നത്. എന്നാൽ അനീഷിനെ വാൺ ചെയ്യുകയോ അയാളെ വഴക്കു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അനീഷ് അയാളുടെ ഗെയിമാണ് കളിച്ചത്. അയാളുടെ ഗെയിം സ്ട്രാറ്റജിക്കകത്ത് നിങ്ങൾ ഓരോരുത്തരും പോയി വീണു കൊടുക്കുകയായിരുന്നു. അനീഷിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ അനീഷിനെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഈ അഭിലാഷിനെ പോലുള്ള ആൾക്കാർക്ക് ഇല്ലല്ലോ. സത്യത്തിൽ ഇവര് തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ടാണ്. വൈകാരികമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. പുറത്തെങ്ങാണമായിരുന്നുവെങ്കിൽ ഈ അഭിലാഷ് അനീഷിനെ തീർച്ചയായിട്ടും കൊന്നു കളഞ്ഞിട്ട് ജയിലിൽ പോയേനെ. അല്ല, സാമാന്യ ബോധമുള്ള ഏതു മനുഷ്യർക്കും മനസ്സിലാകും ഇത്രയും സമയം ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ മൗനമായിരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഇവിടെ വീണ്ടും ഈ പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് മാക്സിമം സ്വയം നെഗറ്റീവ് ആകുവാനുള്ള ഒരു പരിശ്രമത്തിനകത്തേക്ക് ഒരുത്തനങ്ങ് എടുത്ത് ചാടിക്കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തവനാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അഭിലാഷിന്റെ ഈ മുണ്ടുമടക്കി കുത്തലും തുടർന്ന് അവിടെ നടത്തിയ ഷോ ഓഫിലൂടെയും കാണുവാൻ സാധിക്കുന്നത്. ഒന്നിൽ ആ സമയത്ത് പറയുന്നുണ്ട്, വെറുതെ അയാൾക്ക് സ്പേസ് കൊടുക്കണോ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അല്പം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ മടങ്ങി വരുന്നുണ്ട്. ലാലേട്ടൻ വീണ്ടും പരിപാടി തുടങ്ങാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ വീണ്ടും അഭിലാഷിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അഭിലാഷെ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. അപ്പോഴും അനീഷിന്റെ പേര് ലാലേട്ടൻ വിളിക്കുന്നില്ല. അതിന്റെ കാര്യം അനീഷ് പുണ്യവാളനായതുകൊണ്ടല്ല, പരിശുദ്ധനായതുകൊണ്ടല്ല, അയാളുടെ ഗെയിമാണത്. ആ ഗെയിം അയാൾ മാക്സിമം നല്ല രീതിയിൽ കളിക്കുന്നു. മറ്റുള്ളവരെ എല്ലാം അയാൾ പ്രൊവോക്ക് ചെയ്യിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന സ്വഭാവം എന്താണ്, അവരുടെ വ്യക്തിത്വം എന്താണ്, ഇതെല്ലാം പ്രൊവോക്ക് ചെയ്ത് അയാൾ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ശാന്തനായിട്ട് അയാൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അയാളുടെ ഗെയിം സ്ട്രാറ്റജി. അതിനകത്ത് കൊണ്ടുപോയി തല വെക്കുന്നു. ആ ചൂണ്ടയിൽ ഓരോരുത്തരും കയറി കൊളുത്തി കൊടുക്കുന്നു. ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പലയാവർത്തി ലാലേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബോധമുള്ളവർക്ക് മാത്രമല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ.
ലാലേട്ടൻ തിരികെ വന്നതിന് ശേഷം പരാതിപ്പെട്ടി മൂടി വെച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു പരാതി കൂടി പൊക്കുകയാണ്. അത് ഒനിലിന്റെ പരാതിയാണ്. ഒനിൽ പരാതി കൊടുത്തിരിക്കുന്നത് അനീഷിനെതിരെ അല്ല, ഡോക്ടർ ബിന്നിക്കെതിരായിട്ടാണ്. എന്താണ് പരാതി? ഒനിൽ ഇതിനകത്ത് ഇടയ്ക്ക് ബിന്നി വളരെ വിഷമാണ്, ഈ വീട്ടിൽ 19 ആൾക്കാരിൽ ഏറ്റവും വിഷം നിറഞ്ഞ ജീവി ഇവിടുത്തെ ഡോക്ടർ ബിന്നിയാണ് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതൊക്കെ ലാലേട്ടൻ തുറന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒനിൽ പറയുന്നുണ്ട്, അതേ ലാലേട്ടാ, സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു ഹിപ്പോക്രസി ഡോക്ടർ ബിന്നി കാണിച്ചിട്ടുണ്ട്. പണിപ്പുരയിൽ പോയി ഫുഡ് എടുക്കുവാൻ വേണ്ടിയുള്ള അവസരം അക്ബറിനാണ്. പക്ഷേ അവിടെ വെജിറ്റേറിയൻസിനെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ വെജിറ്റേറിയൻസിനെ പരിഗണിക്കാതിരുന്നത് ബിന്നിയാണ്. അതുമാത്രമല്ല, ജിസേല് വെജിറ്റേറിയനാണ്. ആ വെജിറ്റേറിയനായ ജിസേലിന് ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അത് പിടിച്ചു മാറ്റിവെച്ചു ബിന്നി. ഫേവററ്റിസം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ശരിയല്ലല്ലോ. എല്ലാവരെയും ഫീഡ് ചെയ്യണം. അടുക്കളയുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോൺ വെജിനെയും വെജിറ്റേറിയൻസിനെയും എല്ലാം ഒരുപോലെ നമ്മൾ ഫീഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ബിന്നി കാണിക്കുവാൻ തയ്യാറായില്ല. പണിപ്പുരയിലേക്ക് പോയ അക്ബർ തനിക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് ഒരു വെജ് ബർഗർ മാറ്റിവെച്ചു. ആ ഒരു വെജ് ബർഗറിന്റെ പേരിൽ ബിന്നി ഭയങ്കര ഉടക്കിവിടെ ഉണ്ടാക്കി. അങ്ങനെയുള്ള ആളിനെ വിഷമെന്നല്ലാതെ പിന്നെ എന്താ പറയാൻ പറ്റുക? അതിന് മറുപടിയുമായി ബിന്നി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടാ. വെജിറ്റേറിയൻസിന് ഫുഡ് കൊടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാനോ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനോ ഇവർ അവസരം തന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ജിസയിൽ ഉരുളക്കിഴങ്ങാണ് അവർ കഴിക്കുന്നത്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉണ്ടയിൽ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, പിന്നെങ്ങനെയാ ചെയ്യുക? അതുകൊണ്ട് ഉള്ളത് എല്ലാവർക്കും കൂടി കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ലാലേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അനുമോളിന് അക്ബറെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അക്ബർ ഞെട്ടലോടുകൂടിയാണ് അത് കേട്ടോണ്ട് എഴുന്നേൽക്കുന്നത്. അല്ല, അനുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ലാലേട്ടാ, ഒരു പ്രശ്നവും ഇല്ല. ഇല്ല, ഇതിനിടയ്ക്ക് അനുമോൾ പറഞ്ഞായിരുന്നല്ലോ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ലാലേട്ടാ. അക്ബർ ആകെപ്പാടെ വരണ്ടു നിൽക്കുകയാണ്. നോട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെ ആകെപ്പാടെ പരിഭ്രമിക്കുകയാണ്. അപ്പോൾ വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ലാലേട്ടാ, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഓക്കെ, അതിൻ്റെ വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞതുപോലെ അനുമോളും ചില സ്ത്രീകളും കൂടി അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് അനുമോൾ പറയുകയാണ്, ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് അക്ബർക്ക. അയാളുടെ നോട്ടമൊന്നും ശരിയല്ല. പുള്ളി എന്നെ നോക്കുന്ന നോട്ടം എനിക്കിഷ്ടമില്ല. ആ വിഷ്വല് കണ്ടതോടുകൂടി അനുമോള് പെട്ടു. സത്യത്തിൽ അതിനെ ന്യായീകരിച്ച് മെഴുകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അനുമോള് അത് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അത് ക്ലിയറായി കാണിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അനുമോളുടെ ഈ സംസാരം കേൾക്കുന്ന വ്യക്തി തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും. കാരണം അയാളെ എനിക്ക് ഇഷ്ടമല്ല, അയാളുടെ നോട്ടം ശരിയല്ല എന്നുള്ളത് വളരെ മോശമായ ആ ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് അവർ സംസാരിച്ചത്. എന്നിട്ടിപ്പോൾ വിഷ്വൽ ഉൾപ്പെടെ ലാലേട്ടൻ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞ് മെഴുകുകയാണ്. സത്യത്തിൽ ഈ അക്ബറിന് ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു ഫ്രണ്ട് സർക്കിളുണ്ട്, അയാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ എല്ലാവരുടെയും മുൻപിലേക്കാണ് ഈ ലൈവും എപ്പിസോഡും ഒക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അക്ബർ അതിനകത്ത് ചെന്നിട്ട് ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടി പെണ്ണുങ്ങളോട് ഇടപെട്ടു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടി നോക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും പുറം ലോകം അയാളെക്കുറിച്ച് ചിന്തിക്കുക? എന്തായാലും അതിനകത്ത് നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരുവാൻ ലാലേട്ടനും ബിഗ് ബോസിനും കഴിഞ്ഞു. അതിൽ വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു ബിഗ് ബോസ്. എന്തായാലും ഒരു തരത്തിൽ അനുമോൾ അവിടെ മെഴുകുകയാണ്. അക്ബർക്ക എന്നെ നോക്കുന്ന ചില നോട്ടം അതെനിക്ക് ഇഷ്ടമല്ല, ഒരു ദേഷ്യത്തോടു കൂടിയാണ് എന്നെ നോക്കുന്നത്, ആ നോട്ടമാണ് ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞ് ശരിക്കും കള്ളത്തരം കൊണ്ട്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്നത് പോലെ കള്ളത്തരങ്ങൾ കൊണ്ട് ഓട്ടയടച്ച് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ശരിക്കും രേണു സുധി 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെയാണ്, ഒരു 5-6 ദിവസം അങ്ങോട്ട് കഴിയട്ടെ, നമ്മുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം വെളിപ്പെട്ട് വരും. ഇപ്പോൾ നമ്മളൊക്കെ ഫേക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ സ്വഭാവം വെളിപ്പെട്ട് വരും. അനുമോളുടെയൊക്കെ കറക്റ്റ് സ്വഭാവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഒരു കൊട്ടേഷൻ അടിക്കുന്നുണ്ട്, അക്ബർ ഏത് തരത്തിൽ നോക്കണം എന്ന് അയാളോട് പറഞ്ഞാൽ ഇനി മുതൽ അയാൾ അങ്ങനെ നോക്കുമെന്ന്. അപ്പോൾ അക്ബർ ചോദിക്കുകയാണ്, സാർ ഞാൻ എങ്ങനെ നോക്കിയാലും അവരത് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം? അതെ, അത് തന്നെയാണ് കാര്യം. ഈ മെഴുകൽ കണ്ടുകൊണ്ട് വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അക്ബർ എങ്ങനെ നോക്കിയെന്നാണ് അനുമോൾ പറയുന്നത്. അല്ല ലാലേട്ട, ചിലപ്പോൾ ദേഷ്യത്തിൽ നമ്മളെ നോക്കാം, പിന്നെ വായി നോക്കാം. അപ്പോൾ പെട്ടെന്ന് അക്ബർ പറയുക, അങ്ങനൊരു ഗതികേട് എനിക്കിതുവരെ വന്നിട്ടില്ല. തുടർന്ന് ജിസൈലിനോടാണ് ലാലേട്ടൻ്റെ ചോദ്യം. ജിസൈലിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ്? ഷാനവാസിനെതിരെയാണ് കംപ്ലൈൻറ്റ്. ജിസൈൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ടാസ്ക് തീർന്നു.
ടാസ്ക് തീർന്ന് അയാൾ ടാസ്കിൽ നിന്നും ഔട്ടായി. ആ സമയത്ത് ഇയാൾ പറയുകയായിരുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നില്ല, ഞാൻ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. ലാലേട്ടൻ ഞെട്ടി അത് കേട്ടിട്ട് കേട്ടോ. തുടർന്ന് ഷാനവാസിനോട് ചോദിക്കുകയാണ്, എന്താ ഷാനവാസ സംഭവിച്ചത്? അപ്പോൾ ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ആ ടാസ്കിനിടയിൽ സംഭവിച്ച കാര്യമാണ്. ഷാനവാസിനെ പുറത്താക്കുവാൻ വേണ്ടി കൂടെയുള്ള 3 പെൺകുട്ടികൾ ശ്രമിക്കും എന്നൊരു ചിന്ത ഷാനവാസിന്റെ മനസ്സിനകത്തുണ്ട്. ഷാനവാസ് ഇവരെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് പോലെ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഷാനവാസ് തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ജിസൈല് സത്യസന്ധമായിട്ടും ഷാനവാസിനെ വിശ്വസിക്കുകയായിരുന്നു. അവസാനം ടാസ്ക് എല്ലാം കഴിഞ്ഞ് അയാൾ സേവ്ഡായ അകത്ത് കയറുന്ന സമയത്താണ് പറയുന്നത്, ഞാൻ ഉറങ്ങിയില്ല, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്താലോ, എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയാലോ. അതുമാത്രവുമല്ല, ഇവിടെ അക്ബറും അപ്പാനിയും ഒക്കെ കൂടി ഇവരെ 3 പേരെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെയിൻ വാഷിങ്ങിനകത്ത് ജിസൈല് വീണിട്ടില്ല, ബാക്കിയുള്ള ബിൻസി വീണു, ശൈത്യയും വീണു. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും പണി കിട്ടും എന്നൊരു സൂചന ഷാനവാസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഉറങ്ങിയില്ല. പക്ഷെ പാവം ജിസൈലിന് അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്നോട് ഉറങ്ങി എന്ന് പറഞ്ഞു, പക്ഷെ ഉറക്കം നടിക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്തായാലും കാര്യങ്ങളെല്ലാം ഷാനവാസ് വിശദീകരിച്ചു, തെറ്റിദ്ധാരണകളെല്ലാം മാറി. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ജിസൈലിനോട്, ജിസൈൽ ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണ് ലാലേട്ട, പക്ഷേ പൊട്ടി. ജിസൈലിൻ്റെ ഈ സംസാരങ്ങളൊക്കെ പ്രേക്ഷകർക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു രസക്കാഴ്ച തന്നെയായിരുന്നു. ജിസൈൽ ശരിക്കും ഒരു നേരം പോക്കാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഡോക്ടർമാരെ ആരെങ്കിലും കാണണോ? ഇല്ല ലാലേട്ട, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ജിസൈൽ അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് ലാലേട്ടൻ രേണു സുധിയെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. രേണു, എന്തു തോന്നുന്നു? ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് പ്രേക്ഷകരല്ലേ ലാലേട്ട തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ നിർത്തത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഉറപ്പില്ലേ? ഉറപ്പുണ്ടോ അതിനകത്ത് നിൽക്കുമെന്ന്? എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട് ലാലേട്ട. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം രക്ഷിക്കട്ടെ. യു ആർ സേവ്ഡ് എന്ന് പറഞ്ഞ് രേണു സുധിയെയും ലാലേട്ടൻ അവിടെ ഇരുത്തുകയാണ്. തുടർന്ന് കാണുന്നത് ജയിലിലേക്ക് പോയ 2 ആൾക്കാരെ വിചാരണ ചെയ്യുന്ന കാഴ്ചയാണ്. ഇതിനിടയ്ക്ക് ജയിലിൽ അനധികൃതമായിട്ട് പല കാര്യങ്ങൾ നടന്നു, നിയമം ലംഘിച്ചു. ജയിലിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അനീഷിനെ അവർ ജയിലിനകത്തിട്ട് പൂട്ടി. അതുകൂടാതെ ജയിൽ ചാടുന്നു, അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പല ലീലാവിലാസങ്ങൾ നടന്നു. ഇതെല്ലാം ലാലേട്ടൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി നടന്നു. ജയിലിനകത്ത് കിടക്കുന്ന അനുവിനെ പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ നെവിൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അതിനെയും കൃത്യമായിട്ട് പൊക്കി. എന്നിട്ട് ഈ നെവിൻ്റെ കയ്യിലെ ലിപ് ബാം ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് ലാലേട്ടൻ. അതിന് നെവിൻ കൊടുത്ത വിശദീകരണം, ലാലേട്ട പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ ആ പ്രൊഫഷണലിസം അതങ്ങ് ഉണർന്നു വന്നു, അതുകൊണ്ട് ലിപ് ബാമുമായിട്ട് ഞാൻ പോയി ഇട്ടുകൊടുത്തതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി ഈ ലിപ് ബാം താങ്കൾ ഉപയോഗിക്കേണ്ട, അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചേക്ക് എന്ന് പറഞ്ഞ് അത് തിരികെ ലാലേട്ടൻ ആവശ്യപ്പെടുന്നതാണ് തുടർന്ന് കാണുന്നത്. ജയിലിനകത്തേക്ക് ഒരാളിനെ എന്തിനാണ് അയക്കുന്നത്? തെറ്റ് ചെയ്തത് കൊണ്ടാണ്. ജയിലിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ അതിനകത്തേക്ക് വിടുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് പോയി കാണിച്ചത്? അനീഷിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അനീഷിന് കിട്ടിയ അവസരം വീണ്ടും നല്ല ഒന്നാന്തരമായിട്ട് അനീഷ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾ തുറന്നു പറയുന്നുണ്ട്. അവരെ മാക്സിമം ഞാൻ പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ കേട്ടില്ല. ജയിലിനകത്തൊന്ന് പുറത്തിറങ്ങുക, അതായത് ബാത്റൂമിലേക്ക് പോകുവാൻ വേണ്ടി പുറത്തിറങ്ങുക, അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിനെ കൃത്യമായിട്ട് അവർ വിനിയോഗിച്ചു. മണിക്കൂറുകളോളം അവർ ബാത്റൂമിലും അതുപോലെ അടുക്കളയിലും ഒക്കെ ആയിട്ട് ചെലവഴിച്ചു. ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ഇതൊക്കെ കേട്ടിട്ട് ലാലേട്ടൻ നല്ല ഒന്നാന്തരമായിട്ട് 2 എണ്ണത്തിനെയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ലാലേട്ട ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിക്ക്, ഇനി അത് ആവർത്തിക്കില്ല. അത് ശരി, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ജയിലിൽ പോകുമ്പോൾ മര്യാദയ്ക്കായിരിക്കാം എന്നാണ് പറയുന്നതല്ലേ? എന്തിനാണ് ഈ ജയിലിനകത്തേക്ക് വിടുന്നത്? തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ജയിലിനകത്തേക്ക് ഇനിയും പോകണമെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് ജയിലിനകത്തേക്ക് പോവുക, ജയിലിനകത്ത് ചെന്നിട്ട് മര്യാദയ്ക്ക് ഇരിക്കാം, ഇപ്പോഴത്തെ തെറ്റുകളെല്ലാം തിരുത്താം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ 2 പേരും കൂടി പറയുകയാണ്, അനീഷ് ഞങ്ങളെ മാക്സിമം ട്രിഗർ ചെയ്യുകയായിരുന്നു. അപ്പോൾ തിരിച്ച് അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഓ അത് ശരി, അപ്പോൾ അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെങ്കിൽ നിങ്ങളുടെ തന്നിഷ്ടത്തിന് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന രീതിയല്ലേ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ നിൽക്കണ്ട, നിങ്ങളിങ്ങി പോരെ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സമയം, ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഒത്തിരി എനർജി ഉണ്ട്, ഈ എനർജി മുഴുവൻ നിങ്ങൾ വേസ്റ്റ് ആക്കി കളയുകയല്ലേ. ഓക്കെ ലാലേട്ടാ, ഇനി മുതൽ ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞ് 2 പേരും കൂടി അവിടെ ഇരിക്കുകയാണ്. അനീഷിന് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എടുത്തിട്ട് അലക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അനീഷിന്റെ നേരെ കുപ്പിയെടുത്ത് ഓങ്ങിക്കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു കളയും, എടുത്ത് കിണറ്റിലെറിഞ്ഞ് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കളയും എന്നൊക്കെയുള്ള ഭയങ്കര ആക്രോശമൊക്കെ ആയിരുന്നു ഈ അനുമോള് നടത്തിയത്. ഇതൊന്നും ഭാഗ്യത്തിന് അയാൾ പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ വായിലൊന്ന് ബാക്കി കൂടി കേൾക്കാമായിരുന്നു. തുടർന്ന് ലാലേട്ടൻ ഇരുത്തിയ അനുവിനെ പിന്നെയും പൊക്കുന്നുണ്ട്. അതായത് ഈ ഡോക്ടർമാരെ ആക്ഷേപിച്ചു എന്നുള്ളൊരു വിഷയം.
അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ലൈവിലും എപ്പിസോഡിലും ഒക്കെ നമ്മൾ അതിന്റെ റിവ്യൂ പറഞ്ഞതാണ്. സത്യത്തിൽ അതിനകത്തെ വില്ലൻ ഷാനവാസ് ആയിരുന്നു. അനുമോളെ അതിനകത്ത് പെടുത്തിയതാണ്. എന്നാൽ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയ കോളിളക്കമാണ് സംഭവിച്ചത്. അനുമോൾ കരഞ്ഞ് നിലവിളിച്ച് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോൾ അതിനകത്ത് തെറ്റുകാരിയല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരൊക്കെ ആകെപ്പാടെ അബദ്ധക്കാരായിപ്പോയി. അത് കൃത്യമായി ചോദിക്കേണ്ട ഒരു വിഷയമായിരുന്നു, ചോദിച്ചു. പക്ഷേ ഷാനവാസ് ആയിരുന്നു അതിനകത്ത് കള്ളൻ. എന്നാൽ ആ കള്ളി മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്നില്ല ലാലേട്ടൻ. അത് മോശമായിപ്പോയി. ഷാനവാസ് കുറച്ച് വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവസാനം അക്ബറിന്റെയും അപ്പാനിയുടെയും തലയിലേക്ക് ഷാനവാസ് നൈസിന് അതുകൊണ്ടൊന്ന് വെച്ചിട്ട് ഒരു പ്രത്യേകതരം ഗ്രൂപ്പിസം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തി കാണിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഇതുപോലൊരു വിഷ്വൽ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഷാനവാസിന്റെ ചീട്ടും കീറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അക്ബർ കൈപൊക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെ അക്ബറിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. അക്ബർ സംസാരിച്ചു തുടങ്ങി. കാര്യങ്ങൾ ഷാനവാസിലേക്ക് കൃത്യമായി കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ലാലേട്ടൻ അതിനകത്ത് കയറി ഇടപെടുകയും അക്ബറിനെ പിടിച്ച് അവിടെ ഇരുത്തുകയും ചെയ്തു. അക്ബർ അത് മുഴുവൻ പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. തുടർന്ന് നോമിനേഷനിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന അവശേഷിക്കുന്ന രണ്ടാൾക്കാർ, നെവിനും ജിസേലും, രണ്ടാൾക്കാരെയും എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വീട്ടുകാരോട് തന്നെ പറയുകയാണ്, ഇവരിവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ വീട്ടുകാർ ഇതിനകത്ത് രണ്ടുപേരും അവിടെ തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ്. തുടർന്ന് ഇവരോട് രണ്ടുപേരോട് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നൊരു കാര്യമുണ്ട്, ലാലേട്ടാ, എനിക്ക് പലതരത്തിലുള്ള ടാലന്റുകളുണ്ട്. എല്ലാം ഒന്നും ഒറ്റ ആഴ്ച കൊണ്ട് പുറത്തു വരത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവുകൾ പ്രേക്ഷകരെല്ലാം ഒന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് വെളിപ്പെടുത്താമായിരുന്നു, പ്രേക്ഷകരുടെ പിന്തുണ പിടിച്ചു പറ്റാമായിരുന്നു. ജിസേല് പറയുന്നത്, ഞാൻ മലയാളിയാണ്, പക്ഷേ ഞാൻ മലയാളികളുടെ നടുവിൽ അധികം മിങ്കിൾ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പുറത്തായിരുന്നു. ഇപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു. മലയാളികളുടെ നടുവിൽ എനിക്കൊരു സ്വീകാര്യത ആവശ്യമുണ്ട്. അതിനുവേണ്ടി എനിക്ക് ടൈം തരണം. എനിക്ക് കുറച്ചുകൂടി ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. അതുമാത്രവുമല്ല, എനിക്ക് കുറച്ച് മലയാളം പഠിക്കണം. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പച്ച മലയാളിയായിട്ട് പുറത്തിറങ്ങണം. ഇതൊക്കെയാണ് ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് അവസരം തരണം. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായം അവരിവിടെ നിൽക്കണമെന്നാണ്. എന്തായാലും ആ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും സേവ്ഡ് ആക്കുകയാണ്. തുടർന്ന് കാണുന്നത് രഞ്ജിത്തിന്റെ എവിക്ഷനാണ്. രഞ്ജിത്തിനെ വേദിയിലേക്ക് വിളിക്കുന്നു. രഞ്ജിത്തിനോട് തന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഒരു നല്ല കളിക്കാരനായിട്ട് ഞാൻ മുൻപോട്ട് പോകുമെന്നായിരുന്നു. പക്ഷേ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ വീണുപോയി, തോറ്റുപോയി. എൻ്റെ കയ്യിൽ പന്ത് കിട്ടിയില്ല. അതിന് മുൻപ് തന്നെ എനിക്ക് പുറത്തു പോകേണ്ടി വന്നു. എന്തായാലും സന്തോഷത്തോടെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒടുവിൽ രഞ്ജിത്ത് ബിഗ് ബോസ് വീടിനോട് സങ്കടത്തോടു കൂടി വിട പറയുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട്. അങ്ങനെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ലാലേട്ടൻ എല്ലാവരോടും വിട പറഞ്ഞു പോകുന്നു. അതിനുശേഷം വീട്ടിലെ ചില രംഗങ്ങൾ കൂടി കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആദിലയും നൂറയും ക്യാപ്റ്റൻ അനീഷുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അവർ തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. പക്ഷേ ഇന്നത്തെ സംസാരത്തിന് ശേഷം ആ മഞ്ഞങ്ങ് ഉരുകുകയാണ്. ഇപ്പോൾ അവർ തമ്മിലുള്ള ചർച്ച ഏകദേശം 3-4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച നടക്കുകയാണ്. ഇതിനിടയിൽ ആദില വീണ്ടും പ്രൊവോക്കേഷനൊക്കെ ഒരുങ്ങുന്നുണ്ട്. ആദില പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഹോമോഫോബിക് ആണെന്നാണ്. അപ്പോൾ ഈ ഹോമോഫോബിക് എന്ന് പറയുന്നത് എന്താണെന്ന് അനീഷിന് പിടികിട്ടുന്നില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഈ സെയിം സെക്സിലുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ രണ്ടുപേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിനോട് ചേട്ടനുള്ള എതിർപ്പ്, താങ്കൾക്കുള്ള ഇഷ്ടമില്ലായ്മ, അതിനെയാണ് ഹോമോഫോബിക് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. എൻ്റെ അഭിപ്രായം ഇന്ത്യൻ നിയമസംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അങ്ങനെ അവരുമായി സംസാരിച്ച് അങ്ങ് ഫ്രണ്ട്ലി ആകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അനീഷ് സൗഹൃദാന്തരീക്ഷത്തിൽ രണ്ടാൾക്കാരോട് സംസാരിക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത്. സാധാരണ അനീഷിനോട് ആർക്കും ഒന്നും പറയാൻ പാടില്ല. അനീഷ് എപ്പോഴും നടക്കുന്ന കാഴ്ച മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇനി അഥവാ അനീഷ് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അത് വലിയ ദേഷ്യത്തോടെ ആവർത്തിച്ച് അത് തന്നെ പറയുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു. ഇന്ന് അതിനൊരു വ്യത്യാസം സംഭവിച്ചു. അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഈ ആഴ്ചയോടുകൂടി മാറുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്ലാൻ അത് വ്യക്തമായിട്ട് അയാൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് പ്രൊവക്കേഷൻ ഗെയിമായിരുന്നു, ഇറിറ്റേഷൻ ഗെയിമായിരുന്നു. അതിലയാൾ വിജയിച്ചു. ബാക്കിയുള്ള 19 പേരും അതിനകത്ത് കൃത്യമായി വീണു. അതോടുകൂടി അനീഷ് കേരളത്തിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഇനി വരുന്ന ആഴ്ചകളിൽ അനീഷിൻ്റെ ഗെയിം വേറൊരു പാറ്റേണിലായിരിക്കും വെളിപ്പെടുവാൻ പോകുന്നത്. അനീഷ് പലരോടും സൗഹൃദാന്തരീക്ഷത്തിൽ തന്നെ മുൻപോട്ട് പോകും. അനീഷ് ഗെയിം മനസ്സിലാക്കി വന്ന ആളാണ്. ഗെയിം കളിക്കുവാൻ അറിയാവുന്ന ഒരാളാണ്. അനീഷ് അവിടെ പിടിച്ചു കയറും. എന്തായാലും ഇന്നത്തെ ഗെയിം മുഴുവനും അനീഷ് തന്നെ കൊണ്ടുപോയി. അനീഷിനെതിരെയുള്ള ആരോപണങ്ങളെ മുഴുവനും 8 ഓടിച്ചു മടക്കി ഓരോരുത്തരുടെയും പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നതിൽ അനീഷ് വിജയിച്ചു. ഒപ്പം ലാലേട്ടൻ്റെ 100% സപ്പോർട്ടും ഉണ്ടായിരുന്നു.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെലിബ്രിറ്റികൾ എന്നുള്ള അഹങ്കാരത്തോടുകൂടി ഒരു സാധാരണക്കാരനായ അനീഷിനെ അടിച്ചമർത്തുവാൻ വേണ്ടിയായിരുന്നു എല്ലാവരും കൂടി ശ്രമിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അനീഷ് അതിനകത്ത് ധീരമായിട്ട് പൊരുതി സെലിബ്രിറ്റികളുടെ ജാടയും അഹങ്കാരവും എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി അനീഷ് കൊടിയും നാട്ടി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആകത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.